എക്സാലോജിക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണം തടയണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് കോടതി ചോദിച്ചു. SFIO യാതൊരു ഉത്തരവും നൽകാതെ പരിശോധന നടത്തുന്നുവെന്നായിരുന്നു KSIDCയുടെ വാദം. SFIO അന്വേഷണത്തിനെതിരായ KSIDCയുടെ ഹർജി ഫെബ്രുവരി 12ലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അന്വേഷണം തടയണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. വിവരങ്ങൾ എങ്ങനെ? രോഹിണി, എക്സലോജിക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട് SFIOയുടെ പരിശോധന KSIDCയുടെ ആസ്ഥാനത്ത് നടക്കുന്നതിനിടയിൽ തന്നെയാണ് അടിയന്തരമായിട്ട് KSIDC ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് SFIO യാതൊരു തരത്തിലും അറിയിപ്പ് നൽകാതെയാണ് ഇത്തരമൊരു പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധനയും രേഖകൾ പിടിച്ചെടുക്കുന്നതും മറ്റ് അന്വേഷണ നടപടികളും റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചത്. അടിയന്തരമായിട്ട് ഈ നടപടികളൊക്കെ തന്നെ സ്റ്റേ ചെയ്യണം, തടയണമെന്നുള്ള ആവശ്യവും അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. ചില ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും KSIDCക്ക് നേരെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത്. ഒപ്പം തന്നെ KSIDCയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് അറിയിപ്പുകൾ നൽകാതെയാണ് ഇത്തരമൊരു പരിശോധനയും ഒപ്പം തന്നെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസും നൽകിയത്. അത് നിയമവിരുദ്ധമാണ്. നാളെയും മറ്റന്നാളും ആസ്ഥാനത്ത് KSIDCയുടെ ആസ്ഥാനത്ത് പരിശോധന ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് തടയണമെന്നുള്ള ഒരു ആവശ്യം KSIDCയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു. അതിന് ഹൈക്കോടതി നൽകിയ മറുപടി ഒളിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. പക്ഷേ തങ്ങൾക്ക് ഒളിക്കുവാൻ ഒന്നുമില്ല, എങ്കിലും ഈ ഒരു അന്വേഷണം അത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ അതിന്റെ നോട്ടീസ് നൽകിയത് അടക്കമുള്ള നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു വാദമാണ് KSIDCയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെന്തിനാണ് ഭയക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും KSIDCക്ക് നേരെ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും SFIOയുടെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നതും ഒപ്പം തന്നെ പരിശോധനാ നടപടികളും രേഖകൾ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് ആ നടപടികൾ അടക്കം തടയണമെന്നുള്ള KSIDCയുടെ ആവശ്യമാണ് നിലവിൽ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രത്തിനോട് KSIDCയുടെ ഹർജിയിൽ ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSIDCയുടെ ഹർജിയിൽ നിലവിൽ കേന്ദ്ര സർക്കാർ വാക്കാൽ ചില കാര്യങ്ങൾ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. സത്യം പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ KSIDC ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ RV ശ്രീജിത്ത് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും KSIDCയുടെ ഹർജിയിൽ കേന്ദ്രത്തിന്റെ മറുപടി ആവശ്യപ്പെട്ട ഹൈക്കോടതി കേസ് ഫെബ്രുവരി 12ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ CMRL ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖല വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയന്റെ എക്സലോജിക്കും ഒപ്പം തന്നെ CMRLും തമ്മിലുള്ള പണമിടപാടിൽ ഈ KSIDCയിലേക്ക് കൂടി അന്വേഷണം നീണ്ടത്. എന്തായാലും അത് തടയിടുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ അന്വേഷണമോ അല്ലെങ്കിൽ പരിശോധനയോ തടയാൻ ഹൈക്കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. അത് KSIDCയെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.